നമസ്കാരം, ഞാൻ രാജേഷ് ആർ നായർ, കഴുനിയിൽ. ഇന്നലെ സുപ്രധാനമായിട്ടുള്ള ഒരു സമ്മേളനം കോട്ടയത്ത് നടന്നു. കേരള കോൺഗ്രസ് മുൻ ചെയർമാനായ ജോർജ് കെ മാത്യു അദ്ദേഹം നേതൃത്വത്തിലാണ് ഇത്തരമൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയതായി അറിയുന്നത്. അതൊരു BJP അനുഭാവ കൂട്ടായ്മ ആയിരുന്നു എന്ന് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അവർ ക്ഷണിച്ചിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അവിടെ പങ്കെടുക്കാത്തതെന്നും ആ സമ്മേളനം SNDPയുടെ രാഷ്ട്രീയ പാർട്ടി നേതാവായ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തുവെന്നും അറിയുന്നു. ക്രിസ്ത്യൻ സമുദായ വിഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ അവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം, അവരുടെ അവകാശങ്ങൾ, അവർക്ക് മറ്റ് ആവശ്യങ്ങൾ, അവരുടെ സമുദായത്തിനും സാമൂഹ്യമായും സാമ്പത്തികപരമായും മറ്റു എല്ലാ തരത്തിലും, വിദ്യാഭ്യാസ തലത്തിലും വ്യാവസായിക തലത്തിലുമൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി അവർ രാഷ്ട്രീയ പാർട്ടികൾ, തന്ത്രപരമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുകയും ഇടത് വലത് മുന്നണികൾ കൂടാതെ പുതുതായി ശക്തി പ്രാപിച്ചു വരുന്ന BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലും കടന്നുകൂടുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവർ രാഷ്ട്രീയ പാർട്ടി പുതുതായി രൂപീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ മുസ്ലിം മതസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, ഇടതുപക്ഷ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയിലും അതുപോലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയിലും കൂടാതെ അടുത്ത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണിയിലുമൊക്കെ പ്രവേശനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവരും പരിശ്രമിച്ചു വരുന്നു. ഹിന്ദുക്കളിൽ പ്രമുഖ വിഭാഗമായിട്ടുള്ള ഈഴവ സമൂഹവും അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങളൊക്കെ അവരുടെ സാമുദായിക പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പുരോഗതിക്കും ഇന്നത്തെ ഭരണവ്യവസ്ഥയിൽ പ്രാതിനിധ്യത്തിനും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്വാധീനങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള